ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹധന്യരായ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഓരോ വിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ധാരാളം നന്മകളാൽ ആ മാസത്തെ ധന്യമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാം ഏറ്റവും ശ്രേഷ്ഠമായ മാസമായി പരിഗണിക്കുന്നതും കാണുന്നതും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ വിശുദ്ധമായ റമളാൻ മാസമാണ്. എന്നാൽ പിന്നെന്താണ് മുഹറം മാസത്തിന് ഇത്ര സവിശേഷത വരാൻ കാരണം? എന്താ മുഹറം മാസത്തിന് ഇത്ര ഒരു ക്വാളിറ്റി കൊടുക്കാനുള്ള കാരണം? അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഹദീസിൽ നമ്മൾ പരിചയപ്പെടുത്തി, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ പുണ്യമായ ഹദീസാണ്. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയത് അത് ഷഹ്റുല്ലാഹിൽ മുഹറം, അത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലാണ്. ആലോചിച്ച് നോക്കിയേ ആ ഹദീസിൻ്റെ ഒരു വിശാലമായ അർത്ഥം. പരിശുദ്ധമായ റമളാൻ മാസം, പുണ്യങ്ങൾ പെയ്തുറങ്ങുന്ന റമളാൻ മാസം, ആ റമളാൻ മാസം കഴിഞ്ഞാൽ നോമ്പിന് ഏറ്റവും പുണ്യമുള്ള, നോമ്പിന് ഏറ്റവും പ്രതിഫലങ്ങളുള്ള, അത് കഴിഞ്ഞാൽ പുണ്യങ്ങൾ ധാരാളം നേടിയെടുക്കാനുള്ള ഒരു വിശുദ്ധമായ മാസമായിട്ട് ഷഹ്റുല്ലാഹിൽ മുഹറം അള്ളാഹിൻ്റെ റസൂൽ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ മാസമായ റമളാൻ. ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിൻ്റെ സുന്ദരമായ അവൻ്റെ പേര്, ആ നാമം, ആ ഇസ്മ, അത് ഈ മാസത്തിലോട്ട് അള്ളാഹു ചേർത്ത് വെച്ചത് ആ മാസത്തിന് കൊടുത്ത ഏറ്റവും വലിയ സവിശേഷതയാണ്. അത് തന്നെയാണ് ആ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുഹറം എന്ന പേര് പറയാൻ കാരണം തന്നെ ഇബ്ലീസിന് സ്വർഗം ഹറാമാക്കപ്പെട്ട മാസമാണ് വിശുദ്ധമായ മുഹറം മാസം. ധാരാളം കാരണങ്ങളുണ്ട്, ഞാൻ ഒരു കാരണം പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ വിഷയം അതല്ല. സഹോദരങ്ങളെ, വരുന്ന വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 9-ൻ്റെയും 10-ൻ്റെയും പുണ്യദിനങ്ങൾ നമ്മിലേക്ക് സമാഗതമാവാൻ പോവുകയാണ്. കൊറോണ വൈറസ്, കോവിഡ് വ്യാപകമായി പടർന്നു പിടിച്ച് എല്ലാവരും ദുഃഖത്തിലും ദുരിതത്തിലും ആഴ്ത്തിയ മരണങ്ങൾ, നിരന്തരമായി നമ്മൾ അടച്ചിടപ്പെട്ട ലോക്ക്ഡൗൺ, ഇതെല്ലാം കഴിഞ്ഞ് ഒരല്പം ആശ്വാസത്തിൻ്റെ വക്കിലാണ് നമ്മൾ. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ചില സമയങ്ങൾ നമുക്ക് തരും, അള്ളാഹു ചില അവസരങ്ങൾ നമുക്ക് തരും. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. നാളെ തൗബ ചെയ്യാം, നാളെ നന്നാവാം, നാളെ നിസ്കരിക്കാമെന്ന് വിചാരിച്ചിരുന്ന എത്രയോ പേരാണിന്ന് ഖബറിൻ്റെ ഉള്ളിൽ. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ കൂടെ നടന്നിരുന്ന ചെറുപ്പക്കാരന്മാർ, നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ചവർ, നമ്മുടെ അയൽവക്കത്ത് നമ്മളോടൊപ്പം കഴിഞ്ഞവർ, നമ്മളെ കൂടെ കിടന്ന ഭാര്യമാർ, നമ്മുടെ കൂടെ കിടന്ന ഭർത്താക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, എത്രയോ ആളുകൾ നാളെ നന്നാവാം, നാളെ സുബഹിയാവട്ടെ നിസ്കരിക്കാമെന്ന് വിചാരിച്ചിരുന്നവർ പലരും ഇന്ന് ഖബറിലാണ്. അവർക്ക് ഈ മുഹറവും ഇനി വരുന്ന പുണ്യദിനങ്ങൾ അതെല്ലാം നഷ്ടപ്പെട്ടവർ ഖബറിൽ കിടക്കുമ്പോൾ അതെല്ലാം ചെയ്യുവാനുള്ള അവസരം നമുക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അത് വ്യക്തമായിട്ട് നമ്മളെ അത് രേഖപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹു സുബ്ഹാനഹു വ തആല, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അഹബ്ബ അബ്ദൻ, ഒരു അടിമയെ അവൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇസ്തഅമലഹു ഫിൽ ഔഖാത്തിൽ ഫാളില ബിഫവാളിൽ അഅമാൽ, അല്ലാഹു അവന് ശ്രേഷ്ഠമായ സമയങ്ങൾ കൊടുക്കും. അല്ലാഹുവിന് ശ്രേഷ്ഠമായ സമയങ്ങൾ കൊടുക്കും. ആ ശ്രേഷ്ഠമായ സമയങ്ങൾ അവന് അമലുകൾ ചെയ്യുവാനുള്ള അവസരവും കൊടുക്കും. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ്? എന്നെയും നിങ്ങളെയും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാണെങ്കിൽ നാമും ആ സമയം നന്മകൾ ചെയ്യും. നമ്മുടെ കഴിഞ്ഞുപോയ പ്രധാനപ്പെട്ട പുണ്യമായ റമളാനുകളും വെള്ളിയാഴ്ചകളും നല്ല നല്ല നേരങ്ങളും തഹജ്ജുദിൻ്റെ നേരങ്ങളും സുബഹി നമസ്കാരവും ളുഹറും ഒക്കെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ, നോമ്പ് പിടിച്ചിട്ടുണ്ടോ, ഖുർആൻ ഓതിയിട്ടുണ്ടോ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യനാണെങ്കിൽ നമ്മളത് ചെയ്യും. സഹോദരങ്ങളെ, വരുന്ന സുന്ദരമായ മുഹൂർത്തങ്ങളാണ് ഈ വരുന്ന വിശുദ്ധമായ മുഹറത്തിലെ 9ഉം 10ഉം. എന്താണ് ഈ 9-ൻ്റെയും 10-ൻ്റെയും പ്രത്യേകത? മുഹറം 9-ൻ്റെയും 10-ൻ്റെയും പ്രത്യേകത എന്താണ്? ധാരാളം വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ധാരാളം അറിവുകൾ ഈ വിഷയത്തിൽ നിങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. എന്താണ് വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 9-ൻ്റെയും 10-ൻ്റെയും പ്രത്യേകത?
അങ്ങനെ ഒരു നോമ്പ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു തന്നത്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വിശുദ്ധമായ മുഹറം 10 മഹാന്മാർ നൽകിയ പേര് യൗമുസ്സീന എന്നാണ്. ഭംഗിയുടെ ദിവസം. ഒരുപാട് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ഭുതങ്ങൾ സംഭവിച്ച ദിവസമാണ് വിശുദ്ധമായ മുഹറം 10. സഹോദരങ്ങളെ, അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ ഒരു അമ്പിയാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഈ വിശുദ്ധമായ മുഹറം 10 സംഭവിച്ചിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ നോമ്പ് പിടിക്കുന്ന ആ ദിവസം? എന്താണ് ആ ദിവസത്തിൻ്റെ സവിശേഷത? അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലോട്ട് വരുന്ന സമയത്ത്, ലമ്മാ ഖദിമൽ മദീന, മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ കടന്നു വന്ന സമയത്ത് അവിടെയുള്ള യഹൂദികളെല്ലാം നോമ്പുകാരായി കണ്ടു. അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, മാഹാദ സൗം, നിങ്ങൾ എന്തിനാണ് ഇന്നൊരു നോമ്പ് പിടിക്കുന്നത്? ഇന്നെന്താ പ്രത്യേകത? ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രത്യേകത ഇന്നുണ്ടോ? ആ സമയത്ത് ആ യഹൂദരായ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ഹാദാ യൗമ ആശൂറ, ഇത് മുഹറം 10 നബിയേ. യൗമുല്ലദീ നജ്ജല്ലാഹു ഫീഹി മൂസാ വബനീ ഇസ്രായീൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ബനു ഇസ്രായേലിനെയും ഫിർഔന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചത് ഈ ദിവസമാണ് നബിയെ എന്ന് നന്ദി പ്രകാശനമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോറ്റു. ബനു ഇസ്രായേലിലും നോമ്പ് നോറ്റു. അതുകൊണ്ട് ഞങ്ങളും നോമ്പ് നോൽക്കുന്നു നബിയെ എന്ന് പറയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്ദരമായ മറുപടി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നഹ്നു അഹഖു ബിമൂസ മിൻഹു മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും കടപ്പെട്ടവൻ ഞാനാണ്. അമ്പിയാക്കന്മാരിൽപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് നിങ്ങളെക്കാൾ കടമപ്പെട്ടവൻ ഞാനാണ്. അതുകൊണ്ട് ഞാനും നോമ്പുകാരനാവാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വാക്കൂടെ പറഞ്ഞു, ഇൻ ബഖൈതു ഇലാ ഖാബിലിൻ, ഞാൻ അടുത്ത വർഷമെങ്ങാനും ജീവിച്ചിരുന്നാൽ മുഹറം 9 നോമ്പ് ഞാൻ പിടിക്കും. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് മുഹറം 9 നോമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിക്കുമെന്ന് പറയുവാനുള്ള കാരണം, യഹൂദികൾ 10 നോമ്പ് മാത്രം പിടിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് ഘടകവിരുദ്ധമായിട്ട് 9 നോമ്പൂടെ പിടിച്ച് മൂസാ നബിയോടുള്ള ഏറ്റവും വലിയ കടപ്പാടുകൾ പരിപൂർണമായിട്ട് ബാധിപ്പിച്ച്, മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ ആ യഹൂദികളോട് ഘടകവിരുദ്ധമായിട്ട് ഇസ്ലാമിനെ നമുക്ക് കാണിച്ചു തരികയാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഖാലിഫുൽ യഹൂദ വൻ നസ്വാറ, യഹൂദികളും നസാറാക്കളും ചെയ്യുന്നതിൻ്റെ ഘടകവിരുദ്ധമായിട്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അവർ ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അവർ ഒരു കാര്യം ചെയ്താൽ അതിന് വിരുദ്ധമായിട്ടേ നമ്മൾ ചെയ്യാവൂ. ഒരുപാട് ഹറാമുകളാണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ 9 പിടിച്ചു, 10 പിടിച്ചു. അവസാനം മുത്തുനബി തങ്ങൾ ഞാൻ അടുത്ത വർഷം ജീവിച്ചിരുന്നാൽ 9 പിടിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തുവെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആ നോമ്പ് നോൽക്കണ്ടേ? തീർച്ചയായിട്ടും നോക്കണം. സുന്നത്ത് മുഅക്കദാണ്. ഫുഖഹാക്കൾ ഇതിനെ പറയുന്നു സുന്നത്ത് മുഅക്കദാണ്. ശക്തിമത്തായ സുന്നത്താണ് ഈ നോമ്പ് പിടിക്കൽ. ഈ നോമ്പ് പിടിക്കുമ്പോൾ നാം പാലിക്കേണ്ട മര്യാദകളും ഏറ്റവും വലിയ സുന്ദരമായ നിമിഷങ്ങളിൽ നാം ചെയ്യേണ്ട പ്രാർത്ഥനകളും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ നിയ്യത്ത് നമുക്കറിയാം. മുഹറം 9 സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു. മുഹറം 10 ദിവസം മുഹറം 10 സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു. ഇങ്ങനെ നിയ്യത്ത് വെച്ചുകൊണ്ടാവണം നമ്മൾ നോമ്പ് പിടിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് പിടിച്ചാലുള്ള ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് നാം നോറ്റാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിയാമു യൗമി ആശൂറ ഇഹ്തസബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലദീ ഖബ്ലഹ. മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരും എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. പ്രധാനപ്പെട്ട ചില സമയങ്ങൾ, പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങൾ അള്ളാഹു നമുക്ക് തരുന്നത് ഗതകാല ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ അപരാധങ്ങൾ, ആ അപരാധങ്ങൾ മായ്ക്കപ്പെടാൻ വേണ്ടി അള്ളാഹു നമുക്ക് തരുന്ന അവസരങ്ങളാണ്. അത് വിനിയോഗിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം സംഭവങ്ങൾ, ദിക്റുകൾ, സ്വലാത്തുകൾ ഈ ദിവസത്തിൽ ചെല്ലാനുണ്ട്. ഇൻഷാ അള്ളാഹ്
വരും ക്ലാസ്സുകളിലൊക്കെ നമുക്കത് പരിചയപ്പെടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാ നോമ്പുകളും എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വ ആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.